വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയോ സംഘപരിവാറിൻ്റെയോ ഔദ്യോഗികമായിട്ടുള്ള ആരും തന്നെ ഈ ഒരു സംഭവത്തിന് കാരണമായിട്ടില്ല. ഞാനിതിനെ വളരെ ശക്തമായിട്ട് അപലപിക്കുകയാണ്. ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. ക്രൈസ്തവ സമൂഹവുമായിട്ട് കഴിഞ്ഞ കുറച്ചു കാലമായി BJP വളരെ സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടിയുള്ള ഒരു ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിഷ്ടമില്ലാത്ത ചില ആളുകൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം ഞങ്ങൾക്ക് കാര്യമായിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് BJP വിട്ട് പോയിട്ടുള്ള ചില ആളുകളുടെ പങ്കാളിത്തം ഇതിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാനന്തവാടിയിൽ അഭിവന്ദ്യ പിതാക്കന്മാരെ ലോഹയിട്ട ഭീകരന്മാർ എന്നൊരു ജില്ലാ BJP പ്രസിഡന്റ് വിശേഷിപ്പിച്ചു. മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നു. മാനന്തവാടിയിൽ ഒരു സമരത്തിനിടെ ഉണ്ടായ ചെറിയൊരു സംഘർഷാവസ്ഥയിൽ ആ സംഘർഷത്തിന് പിന്നിൽ ലോഹയിട്ട ഭീകരന്മാരാണ്. പക്ഷെ അവിടെ പങ്കെടുത്തതെല്ലാം അഭിവന്ദ്യരായിട്ടുള്ള സമുദായ നേതാക്കളായിരുന്നു. ആ നിമിഷം ഞാൻ അദ്ദേഹത്തെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നീക്കം ചെയ്തു. 3 മാസം കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് അദ്ദേഹത്തെ മാലയിട്ട് സ്വീകരിച്ചു. ഞങ്ങൾ ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് 100% സത്യസന്ധമാണ്, ആത്മാർത്ഥമാണ്. ഒരു തരത്തിലും അതിൽ വെള്ളം ചേർക്കാൻ ആരെയും ഞങ്ങൾ അനുവദിക്കില്ല. അതുകൊണ്ട് കർശനമായ നടപടിയാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. പോലീസ് നിഷ്പക്ഷമായി നീതിപൂർവമായിട്ട് അന്വേഷിക്കണം. കാരണം ഈ ഒരു സന്ദർഭത്തിൽ, സ്നേഹയാത്ര ഞങ്ങൾ തുടക്കമിട്ട സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിന് പിന്നിൽ ശരിയായ ഗൂഢാലോചന നടന്നിരിക്കുന്നു. അത് കൃത്യമായി അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു.